നമുക്ക് സ്വാദിഷ്ടമായൊരു കൂണ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില. ഈ സവാള ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണേ. അതിനുശേഷം നമ്മൾ കൂണെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കറിൽ 2 വിസിലടിച്ചെടുക്കണം. അതിന് കുറച്ച് പൊടികളൊക്കെ വേണം കേട്ടോ, നമുക്ക് പറയാവേ. അപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ കടുകൊക്കെ വറുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ നമ്മൾ സാധാരണ വഴറ്റുന്ന പോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നോളം വരെ വഴറ്റണം. തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തേക്കുന്നത്. ആ പച്ചമണമൊക്കെ പോയി നന്നായിട്ടത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ പൊടികൾ ചേർക്കണം. അത് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ചിക്കൻ മസാലയും മുളക് പൊടിയായിട്ട് ഇപ്പോൾ ചേർത്തത്, കുറച്ച് മാത്രമായിട്ട് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ മണമൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ കൂണങ്ങ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടണം കേട്ടോ. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇടണം. അപ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടിയല്ലേ ഇട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിന് ശേഷമില്ലേ ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കി ഇടയ്ക്ക് അത് കഴിഞ്ഞ് ഒന്നും കൂടി അടച്ചൊക്കെ വേവിക്കണേ. നന്നായിട്ട് വരണ്ട് വരണം. അതായത് ഒരു ഏകദേശം ഈ കളറൊക്കെ ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ടാക്കും, മെഴുക്ക് വരട്ടി റെഡിയാവും.